കേരള കത്തോലിക്ക സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷ, വിദ്യാഭ്യാസ ശുശ്രൂഷ തളരാതെ മുന്നോട്ട് പോകണം എന്ന വലിയ ആഗ്രഹത്തോടു കൂടിയായിരുന്നു. അത് എപ്പോഴും സഭയുടെ ഹൃദയത്തിൽ തന്നെയുണ്ട് ആ ഒരു വലിയ കരുതൽ. കാരണം നമുക്ക് പഠിപ്പിക്കാതെ തരമില്ല. പഠിപ്പിക്കുക എന്ന് പറയുന്നത് സഭയുടെ അടിസ്ഥാനപരമായ ഒരു ദൗത്യമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കത്തോലിക്ക അധ്യാപകൻ എന്നുള്ള നിലയിൽ അഭിമാനബോധത്തോടെ നമ്മുടെ സ്ഥാപനങ്ങളിൽ ശുശ്രൂഷ ചെയ്യണം എന്ന് തന്നെയാണ്. നമ്മുടെ എല്ലാ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കുമുള്ള ഒരു വല്ലാത്ത പ്രലോഭനം അതിനെ കേവലം സെക്യുലറായിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതിന്റെ പോസിറ്റീവ് തലത്തിലല്ല ഞാൻ പറഞ്ഞത്, മതനിഷേധത്തിന്റെ തലത്തിൽ നമ്മുടെ വിദ്യാലയങ്ങളെ കൊണ്ടുപോവുക. ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് വിശ്വാസങ്ങളൊന്നുമില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക്, മതനിരപേക്ഷമാണെന്ന് ചിന്തിച്ച് മതനിഷേധത്തിന്റെ തലത്തിലേക്ക് കൊണ്ടുപോവുക എന്ന വല്ലാത്ത പ്രലോഭനം നമ്മുടെ വിദ്യാലയങ്ങൾക്കെല്ലാം ഉണ്ട്. അതുകൊണ്ട് കേവലം വിഷയങ്ങളൊക്കെ അങ്ങ് പഠിപ്പിച്ചു പോകുന്നു. അതിന്റെ അപ്പുറത്ത് ഈ വിദ്യാഭ്യാസ ശുശ്രൂഷയോട് എനിക്ക് പ്രത്യേകിച്ച് വലിയ സമർപ്പണമൊന്നുമില്ല എന്ന ചിന്തയിൽ പോയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് സാധാരണ കിട്ടാനുള്ള ശമ്പളമൊക്കെ കിട്ടും, അങ്ങനെയൊക്കെ മുന്നോട്ട് പോകാം. പക്ഷേ കത്തോലിക്ക അധ്യാപകര് ഒരു പ്രത്യേക ദൈവവിളി സ്വീകരിച്ചവരാണ്. ഓരോ കുഞ്ഞിനെയും ഓരോ വിദ്യാർത്ഥിയെയും ദൈവത്തിലേക്ക് നയിക്കാനുള്ള വ്യക്തമായ ദൗത്യത്തോടു കൂടിയാണ് നമ്മൾ നമ്മുടെ വിദ്യാലയങ്ങളിൽ കുട്ടികളെ സ്വീകരിക്കുന്നതും അവർക്ക് പരിശീലനം കൊടുക്കുന്നതും.